അച്ഛാ അച്ഛോ അച്ഛാ, ഊട്ടിയിലൊക്കെ ഈ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര തണുപ്പാണോ? ആ, ഞാനൊക്കെ പോയ ടൈമിൽ കൊടും തണുപ്പാ. സ്വെറ്റർ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ രസമായിട്ടോ. നിങ്ങൾ ഇതുവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ലല്ലേ? ഊട്ടി പോയിട്ട് ഈ വീട്ടിലാരും ഊട്ടിന്ന് പറയാറ് പോലും ഇല്ല. അതുപോട്ടെ അച്ഛാ, അച്ഛനെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്തു വെച്ചുകൂടായിരുന്നു? അല്ല, ഒരു ഫോട്ടോ എങ്കിലും. എടാ, ഞാൻ പറഞ്ഞില്ലേ, അന്നതൊന്നും അറിയാനും പാടില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ. എന്നിട്ട് രണ്ടാമത് കിട്ടിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലോ. എടാ, ഒരു തവണ പറ്റിയ തെറ്റ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആവർത്തിക്കുമോ? ആവർത്തിക്കോ? രുക്മിണി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സരസ്വതി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കൊള്ളാം. വാ. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട്? അല്ല, അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെൻ്റെയും രണ്ടാം കല്യാണേനോ. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് മരിച്ചു. നിമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. എന്ത് പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്നും പറഞ്ഞു. മാതൃഭൂമി കണ്ണൂർ എഡിഷനിൽ ഉണ്ടേനു പരസ്യം. വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പർക്ക് ആടെ തന്നെയാ താമസവും ജോലിയും, പിന്നെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയേനു. എല്ലാം കൊണ്ടും ചേരുന്നതാന്ന് തോന്നിയപ്പോൾ എൻ്റെ അച്ഛൻ അതങ്ങ് ഉറപ്പിച്ചതാ. എന്തുകൊണ്ടാ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ബന്ധം ഒഴിവാക്കേണ്ടി വന്നു എന്നാ മൂപ്പര് നമ്മളോട് പറഞ്ഞ്. അപ്പൊ അബദ്ധമല്ല അല്ലേ? മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ ബന്ധത്തിൽ പോകുന്നതിനല്ലേ അവിഹിതം എന്ന് പറയുന്നേ? ഇപ്പൊ ഇവിടെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന അവരെയാ. അപ്പൊ നമ്മുടെ അമ്മ അവിഹിതമാണോ? അല്ലേ? രണ്ടാമത് റൂട്ട് മാറി പോകുന്നതല്ലേ അവിഹിതം? നമ്മുടെ അമ്മ ഫസ്റ്റ് അല്ലേ? അതിന് പ്രൂഫില്ലല്ലോ. അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രൂഫ് ഇല്ലാത്തോണ്ട് നമ്മൾ അച്ഛൻ്റെ ആരാ? മക്കൾ തന്നെയല്ലേ? അമ്മ ഭാര്യ അല്ലെങ്കിൽ നമ്മൾ എന്ത് മക്കള്? പറഞ്ഞോണ്ടിരിക്കുന്നു.
ഡാ, ഒരു വെള്ള പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കേ. എവിടെ? ആ അവിടെ ദാ. അതവിടെ നിൽപ്പുണ്ട്. എന്തെടുക്ക? ആ പിറകു പിറക്ക് ചുറ്റും കറങ്ങി കിടപ്പുണ്ട്. ഓ, കറങ്ങി കിടപ്പുണ്ടോ? ഇഷ്ടം. നീ അങ്ങോട്ട് പോവാ? ഞാൻ പറമ്പിലേക്ക്. എടാ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ എന്നെ ഒന്ന് പുറത്തോട്ടിറക്ക. ഇതിനകത്തിരുന്ന് മടുത്ത്. മക്കളോട് പറഞ്ഞാൽ മതി. രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വരാറുള്ളു. കറക്റ്റായിട്ട് അപ്പം തന്നെ പ്രോഗ്രസ് കാർഡും മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോന്നും പറഞ്ഞ് വെറുത്ത് ചെയ്വിതല്ലേ ഏൽപ്പിക്കൂല പുള്ളി. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പരായാലൊന്നും ഇടപെടാറില്ല. ആ പിന്നെ ആകെ നിർബന്ധിച്ച് ജയിക്കുന്നത് കൊല്ലത്തിൽ ഒരു വർഷം ശബരിമല കയറ്റും. ആ, അതാണല്ലേ ഇവിടെ എല്ലാ കൊല്ലവും അരവണയപ്പോ കിട്ടാറുണ്ടോ? അതായിരിക്കും. ആ ശശിയേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ട്രിപ്പ് പോയ ഫോട്ടോ ഉണ്ടെന്ന്. അത് സമ്മർ വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകാറുണ്ട്. നിങ്ങൾ പോകാറില്ലേ? ഇവിടെ ട്രിപ്പ് പോകണം വേണ്ടൊന്നും എല്ലാവർക്കും. ആ പിന്നെ ആകെ ഔട്ട് ഓഫ് കേരള പോയേക്കണ ഞാനാണ്. ആ ആ പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്തെ ഒരു വട്ടം കൊടക് പോയിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിലായിട്ട് ഒരു 3 വട്ടം പിന്നെയും കൊടക് പോയിട്ടുണ്ട്. പിന്നെ കൊടക് അത്രയും പോയിട്ടുള്ളൂ. ഷോ ആ അവനെ കൊണ്ട് തുടങ്ങി. നീ വേണം രണ്ടും കൂടെ പുറത്തേക്ക് ഇറങ്ങിയേക്കോ. പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിനൊന്നും. കോളേജിലെ അഡ്മിഷൻ നേരത്ത് അച്ഛനാണ് വന്നിരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചപ്പോൾ എൻ്റെ ഉണ്ടായില്ല. ആണോ? ആ എന്നിട്ട് അച്ഛൻ്റെ ചെറിയായിട്ടൊന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ പുള്ളി പേടിച്ചിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്ത്. ഓ എനിക്ക് ഉറപ്പാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോന് പോസ്റ്റ് കൊടുത്തിട്ടില്ല. ആ എന്നിട്ട് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്നെ ഫോട്ടോനാക്കി ട്രാക്ക് വാങ്ങിച്ചണം. വേണ്ട ആ ഇത് ഞാനാ. എൻ്റെ കോളേജ് ഐഡിയിൽ ഈ ഫോട്ടോ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ട്രിപ്പായി കളഞ്ഞടാ. ആ എടാ എന്നാലും എൻ്റെ ഇടയിൽ നിന്റെ ഫോട്ടോ ആണല്ലേ കുറച്ച് സപ്ലൈ ഒക്കെ ചെയ്തണ്ടേ. അപ്പം അതങ്ങോട്ട് എഴുതിയെടുക്ക പറ്റില്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ വന്നേ. നീ എന്തിനാ അവനെ കൊണ്ട് പുറത്തിറങ്ങിയത്? അല്ല ഗോപേട്ട നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ ഒരു ഹെൽപ്പിന്. അപ്പൊ അവനെ കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കണോ അല്ലേ? ആരെങ്കിലും കണ്ടാ എന്തായനെ? അല്ല അതിനാരും കണ്ടിട്ടില്ല ചേച്ചി. ഓ, കണ്ടവരൊക്കെ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഇവിടെ ഒരു നോട്ട് കിട്ടിയാൽ മതി, നാട്ടുകാർക്ക് അറിയാലോ. എന്താ ചേച്ചി? ഇവന്മാർ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ടാന്നേ കമ്പനി കൂടുതൽ. ഇവിടെ അകത്തൊന്നും സ്ഥലമില്ലാത്ത പോലെ. ചേച്ചി നോക്കാം, ഞാൻ പറഞ്ഞോളാം. എൻ്റെ അടുത്ത് 10-24 വയസ്സായില്ലേ? ഇവിടെ ഞങ്ങൾ ഈ പറയണത് എന്താന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കായില്ലേ? ഗോപേട്ട അതിനവിടെ നിന്ന് ആരും കാണൂലെന്ന്. അല്ല ഇപ്പൊ കണ്ടാത്ത പ്രശ്നം നിങ്ങൾ എന്തെങ്കിലും നാട്ടുകാരെ പേടിക്കണേ? എടാ, നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണമെന്ന് നിനക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ? ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചോ, എത്ര വേണം സംസാരിച്ചോ. നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല മോനെ, അവസ്ഥയാണ്.